മാപ്പ് കൊടുക്കുവാൻ ഒരു വേള മനുഷ്യൻ പഠിച്ചിരുന്നെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾക്ക് വർണ്ണങ്ങൾ നിറയുമായിരുന്നു. ഒരു സോറി പറയാനൊന്നും നമ്മുടെ ആത്മാഭിമാനം പലപ്പോഴും നമ്മളെ സമ്മതിക്കുന്നില്ല. പരസ്പരം ക്ഷമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നാം ഇന്ന് കാണുന്ന ഒന്നും തന്നെ ശാശ്വതമല്ലെന്നും ഒരു പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ ഒരു മാറാരോഗമോ പിടിപെട്ടാൽ എല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കൂ. 100 വർഷം പുറകോട്ട് നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ 1924 നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും ആരുടെ പക്കലായിരുന്നു? ആരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്? ഇനി ഒരു 100 വർഷം കഴിഞ്ഞു നോക്കൂ. നിങ്ങൾ കൂടുതൽ ദീർഘായുസ്സോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? കൂടുതൽ സ്ട്രെസ് ഒന്നുമില്ലാതെ സന്തോഷമായി ഹാപ്പിയായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ദീർഘായുസ്സോടെ കൂടി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാകും. ആരായിരിക്കും അവിടുത്തെ അന്തേവാസികൾ? നിങ്ങൾ സ്വാഭാവികമായും കരുതും നിങ്ങളുടെ വരും തലമുറയായിരിക്കുമെന്ന്. ഒരു നിശ്ചയവുമില്ല. നിങ്ങളിന്ന് കൈകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ അവയെല്ലാം എന്ത് അവസ്ഥയിലായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും വലിച്ചെറിയപ്പെട്ട നിലയിലായിരിക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് EMI അടച്ച് വെച്ചുകൂട്ടിയ നിങ്ങളുടെ വീട്, നിങ്ങളുടെ കാറ്, അത് ആക്രിയായി തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹകരണത്തിന്റെയും വിത്തുകൾ പാകി മുളപ്പിക്കാൻ പരിശ്രമിക്കാം. ഒരു 100 വർഷം അപ്പുറത്തേക്കൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ നമ്മൾ അനശ്വര ജീവികളാണ് എന്ന രീതിയിലാണ് പലപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതം ക്ഷണികമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ക്ഷണികമായ ജീവിതത്തിൽ എല്ലാവരോടും നല്ല വ്യക്തിബന്ധങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അതുമാത്രമേ അവസാന മൂലധനമായി നമ്മുടെ കയ്യിലുണ്ടാവൂ.